ലണ്ടനിലെ ഗിഫ്റ്റ് ഷോപ്പ് ജീവനക്കാരനായ സ്റ്റീവൻ ഗ്രാന്റിനെ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡാണിത്. അയാൾക്ക് സൗമ്യതയും സാമൂഹികമായി ബുദ്ധിമുട്ടുള്ളതുമായ ഒരു വ്യക്തിയാണ്. അയാൾക്ക് എങ്ങനെ അവിടെ എത്തിയെന്ന് ഓർമ്മയില്ല. ഒരു നിഗൂഢമായ ഫോൺ, മാർക്ക് എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ, നിലനിൽക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ ഗോൾഡ് ഫിഷ് എന്നിവ കണ്ടെത്തുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് സ്റ്റീവൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. തന്റെ ഒരു ബ്ലാക്കൌട്ടിനിടെ ഈജിപ്ഷ്യൻ ദേവതയായ അമിറ്റിനെ സേവിക്കുന്ന ഒരു ആരാധനാ നേതാവായ ആർത്തർ ഹാരോ ഉൾപ്പെടുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിൽ സ്റ്റീവൻ സ്വയം കണ്ടെത്തുന്നു. പാപങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് ആളുകൾ അവയ്ക്ക് ശിക്ഷിക്കുന്നതിൽ ആർത്തർ വിശ്വസിക്കുന്നു. ആർത്തറിന്റെ ആളുകൾ തന്നെ പിന്തുടരുമ്പോൾ സ്റ്റീവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ പിടിക്കപ്പെടാൻ പോകുമ്പോഴെല്ലാം അയാൾ അന്ധനാകുന്നു. ശത്രുക്കൾ ഇതിനകം തന്നെ അടിയേറ്റിരിക്കുന്നത് കാണുമ്പോൾ അവൻ ഉണരുന്നു. അവസാനം സ്റ്റീവൻ തന്റെ കെട്ടിടത്തിൽ ഒരു ഭീകരജീവിയാൽ കുടുങ്ങി. അവന്റെ പ്രതിഫലനം അവനോട് സംസാരിക്കുകയും സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അവന്റെ മറ്റൊരു വ്യക്തിത്വം, മാർക്ക് സ്പെക്ടർ, ഒരു കൂലിപ്പട്ടാളക്കാരൻ. മാർക്ക് നിയന്ത്രണം ഏറ്റെടുക്കുകയും സ്റ്റീവനെ കവചിത നായകൻ മൂൺ നൈറ്റാക്കി മാറ്റുകയും ജീവിയെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു.